എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, മഹാരാഷ്ട്ര റിപ്പോർട്ട്സ് 3 ന്യൂ GBS കേസസ്, ടോട്ടൽ കൗണ്ട് ഹിറ്റ്സ് 130. ഓക്കെ, ഇതൊരു നമ്മുടെ വാട്ടറിലുള്ള പോയിസണിങ് കാരണം അല്ലെങ്കിൽ വാട്ടറിലുള്ള സ്യൂവേജ് ലീക്ക് അങ്ങനെയുള്ളതൊക്കെ കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ജൂലിയൻ ബെറേഡ് സിൻഡ്രോം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം അത് ബേസ് ചെയ്തിട്ട് പൂനെ ഡിസ്ട്രിക്റ്റിലൊക്കെ ഒത്തിരി ആൾക്കാരെ ഇതുമായിട്ട് എഫക്റ്റഡ് ആയി. ഓക്കെ, അപ്പം ഇതെന്താണ് ഈ GBS ഡിസീസ് അല്ലെങ്കിൽ GBS സിൻഡ്രോം എന്നാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇത് സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ട് ഡിസീസസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നതാണ്. GS3 സയൻസ് ആൻഡ് ടെക് ഡിസീസസ് എന്ന് പറയുന്ന ടോപ്പിക്കിനാട്ടിൽ വരുന്നതാണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ആൻ ഓപ്പർച്യൂണിറ്റി ടു സെറ്റിൽ ശ്രീലങ്കാസ് എത്നിക് പ്രോബ്ലം. നമുക്കറിയാം ശ്രീലങ്കയിൽ 13A അമെൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമെൻമെൻറ്റിൽ കുറേ ചേഞ്ചസ്, എസ്പെഷ്യലി ലാംഗ്വേജ് ആണെങ്കിലും എത്നിക് കമ്മ്യൂണിറ്റീസിൻ്റെ അലൊക്കേഷൻസിലാണെങ്കിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും കറണ്ട് കേസ് സിനാരിയോകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ന്യൂസിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ സയൻസ് ഇസ് ക്ലിയർ, ക്രൗഡ് ഡിസാസ്റ്റേഴ്സ് ആർ പ്രിവെൻറ്റബിൾ. അപ്പോൾ ഇത് നമ്മുടെ മഹാകുംഭമേളയിൽ ഈ ഇടയ്ക്ക് ഒരു സ്റ്റാമ്പേഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു. സ്റ്റാമ്പേഡ് ഇഷ്യൂവിൽ 30 ഡിവോട്ടീസ് മരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കറിയാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് കൂടിയാണ് UPSC പെർസ്പെക്റ്റീവിൽ. അത് GS3 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനൊരു സിനാരിയോ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് ഇസ് മഹാരാഷ്ട്ര റിപ്പോർട്ട്സ് 3 ന്യൂ GBS കേസസ്, total count hits 130. Okay, context is Maharashtra has recently reported an outbreak of Guillain-Barré syndrome, okay, with 130 confirmed cases and 3 new cases in the Pune district. The situation has prompted the extensive public health measures and heightened surveillance. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോഴേക്കും ഔട്ട്ബ്രേക്ക് മഹാരാഷ്ട്രയിൽ ഉണ്ടായത് ടോട്ടൽ കേസസ് ഏകദേശം 130 ആയി. 73 കൺഫേംഡ് കേസസ് ഉണ്ട്. അതിൽ 2 ഡെത്തുകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 20 പേഷ്യൻസിന് വെൻറ്റിലേറ്റർ സപ്പോർട്ട് വേണം. ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആൻഡ് സറൗണ്ടിങ് ഏരിയാസാണ്. വാട്ടർ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഹൗസ് സർവേസും കാര്യങ്ങളും അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജൂലിയൻ ബാരേ സിൻഡ്രോം എന്താണ്? മെഡിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴേക്കും ജൂലിയൻ ബാരേ കോംപ്ലക്സ് ഓട്ടോമ്യൂൺ ഡിസോർഡർ ആണ്, അഫക്റ്റിംഗ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, നെർവസ് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഓട്ടോമ്യൂൺ ഡിസോർഡറാണ് GBS എന്ന് പറയുന്നത്. ഇറ്റ് സിഗ്നിഫിക്കൻറ്റ് ലൈറ്റ്സ് ഇൻ ഇറ്റ്സ് പൊട്ടൻഷ്യൽ സിവിയറിറ്റി ആൻഡ് ചാലഞ്ചസ് ഇറ്റ് പോസസ് ടു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. അപ്പോൾ ഇതിൽ കണ്ടീഷൻ എന്തൊക്കെയാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? പ്രോഗ്രസീവ് ആയിട്ടുള്ള മസിൽ വീക്ക്നെസ് ആൻഡ് നംനെസ്, പൊട്ടൻഷ്യൽ പാരാലിസിസ് ലാസ്റ്റിംഗ് 6 to 12 months or longer, higher prevalence in adults and males, though it can affect any age group. ഓക്കെ, പിന്നെ കോസ്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എറ്റിയോളജി ഓഫ് GBS, അതായത് പ്രൈമറിലി ട്രിഗേർഡ് ബൈ ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനാണ്. അപ്പം ബാക്ടീരിയൽ എഫക്ട് എന്ന് പറയുമ്പോൾ ഈക്കോളി ബാക്ടീരിയ ഒക്കെ ബേസ് ചെയ്തിട്ട്, ഈക്കോളി ബാക്ടീരിയ സ്യൂവേജ് വാട്ടർ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ കലരുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, പിന്നെ പോസിബിൾ കോറിലേഷൻ വിത്ത് വാക്സിനേഷൻസ് ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ റിസ്ക് മിനിമലാണ്. പിന്നെ ഹൈ റിസ്ക് ഫ്രം നാച്ചുറൽ ഇൻഫെക്ഷൻസ് കമ്പയർഡ് ടു വാക്സിൻ ഇൻഡ്യൂസ്ഡ് കേസസ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ, പ്രൈമറി ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് പ്ലാസ്മ ഫെറിസിസ് ആണ്, അത് പ്ലാസ്മ എക്സ്ചേഞ്ച് തെറാപ്പിയാണ്. സപ്പോർട്ടീവ് കെയർ ആൻഡ് മോണിറ്ററിങ്, പിന്നെ വെൻറ്റിലേറ്റർ സപ്പോർട്ട് ഇൻ സിവിയർ കേസസ്. COVID-19 അത് ഈ ഒരു GBS സിൻഡ്രോമിൻ്റെ കണക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പിഡോമിക്കൽ എവിഡൻസ് ആണ്. അത് ഡോക്യുമെൻറ്റഡ് കേസസ് ഇൻ ബോത്ത് അഡൾട്ട് ആൻഡ് പീഡിയാട്രിക് COVID-19 പേഷ്യൻസ്, നോട്ടബിൾ ഒക്കറൻസസ് പോസ്റ്റ് വാക്സിനേഷൻ, അതായത് അപ്രോക്സിമേറ്റ്ലി 100 കേസസ് പെർ 12.8 മില്യൺ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ റെസിപ്പിയൻസിൻ്റെ കേസിലുണ്ട്. കേസസ് റിപ്പോർട്ടഡ് ഫോളോയിങ് ഫൈസർ ആൻഡ് ആസ്ട്രസെനെക്ക വാക്സിനേഷൻ. WHO ഫൈൻഡിങ്സ് ഇൻഡിക്കേറ്റ് ഹയർ അസോസിയേഷൻ വിത്ത് അഡിനോ വൈറസ് വെക്ടർ വാക്സിൻസിനാണ് ഈ ഒരു GBS കണക്ഷൻ കൂടുതലുള്ളത്. ഓക്കെ, പിന്നെ റിസ്ക് ബെനിഫിറ്റ് അനാലിസിസ്, റിസർച്ച് ഇൻഡിക്കേറ്റ്സ് ലോ ഓവറോൾ ഇൻസിഡൻസ് റേറ്റ് പോസ്റ്റ് വാക്സിനേഷൻ. ബെനിഫിറ്റ്സ് ഓഫ് COVID-19 വാക്സിനേഷൻ സിഗ്നിഫിക്കൻ്റ്ലി ഔട്ട്വേ GBS റിസ്ക്. പിന്നെ കണ്ടിന്യൂഡ് ആയിട്ടുള്ള മോണിറ്ററിങ് സർവൈലൻസും ആവശ്യമാണ്.
മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് റെസ്പോൺസ് ഉണ്ടായത്? സ്റ്റേറ്റ്സ് റെസ്പോൺസ് ഡെമോൺസ്ട്രേറ്റ് എ കോംപ്രിഹെൻസീവ് പബ്ലിക് ഹെൽത്ത് അപ്രോച്ച്, എൻഹാൻസ്ഡ് മെഡിക്കൽ ഫെസിലിറ്റി പ്രിപ്പയർഡ്നെസ് ഇൻ പൂനെ, extensive water quality monitoring and testing, implementation of rapid response teams, house-to-house surveys for case detection, coordination between municipal and rural health authorities. പിന്നെ വേ ഫോർവേഡ് എന്ന് പറയുമ്പം ഷോർട്ട് ടേം മെഷേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടിന്യൂഡ് ആയിട്ടുള്ള സർവൈലൻസ് മോണിറ്ററിങ് കൊണ്ടുവരിക, എൻഹാൻസ്ഡ് മെഡിക്കൽ ഫെസിലിറ്റി പ്രിപ്പയർഡ്നെസ്, പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ് കൊണ്ടുവരിക, വാട്ടർ ക്വാളിറ്റിയിൽ മോണിറ്ററിങ്ങും അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സും എടുക്കും. ലോങ് ടേം സ്ട്രാറ്റജീസിൽ ഇങ്ങനൊരു സിനാരിയോ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ കുറിച്ച് നോക്കുക. പിന്നെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യുക. പിന്നെ റാപ്പിഡ് റെസ്പോൺസ് പ്രോട്ടോകോൾസ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്യുക. പിന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഈ GBS മാനേജ്മെൻറ്റിൽ ട്രെയിനിങ് കൊടുക്കുക. കൺക്ലൂഷൻ എന്ന് പറയുമ്പം GBS ഔട്ട്ബ്രേക്ക് ഇൻ മഹാരാഷ്ട്ര സെർവ്സ് as critical case study in public health management and emergency response. It highlights the importance of robust healthcare systems, surveillance mechanisms, and coordinated administrative action in managing complex medical conditions. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് IR പെർസ്പെക്റ്റീവിലാണെങ്കിലും ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിലാണെങ്കിലും നമുക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻ ഓപ്പർച്യൂണിറ്റി ടു സെറ്റിൽ ശ്രീലങ്കാസ് എത്നിക് പ്രോബ്ലം. എൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ സിംബോളിക് ജസ്റ്റർ ഓഫ് നെയിമിംഗ് ജാഫ്ന കൾച്ചറൽ സെൻറ്റർ ആഫ്റ്റർ തമിഴ് പോയറ്റ് ഫിലോസഫർ തിരുവല്ലാവൂർ have brought renewed attention to Sri Lanka's long-standing ethnic reconciliation process and implementation of the 13th Amendment. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻഡോ ശ്രീലങ്കൻ അക്കോർഡ് 1987 സൈൻ ടു റിസോൾവ് ദ എത്നിക് കോൺഫ്ലിക്റ്റ്. പിന്നെ ലെഡ് ടു ദ 13th Amendment ഓഫ് ശ്രീലങ്കാസ് കോൺസ്റ്റിറ്റ്യൂഷൻ, എസ്റ്റാബ്ലിഷ്ഡ് പ്രൊവിൻഷ്യൽ കൗൺസിൽ സിസ്റ്റം, ക്രിയേറ്റഡ് എ ന്യൂ ലെയർ ഓഫ് ഡിവോൾവ് ഗവർണൻസ്. ഓപ്പോസിഷൻ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒന്ന് ജനതാ വിമുക്തി GVP പെരുമന, പിന്നെ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴെല്ലാം. ഇവർ രണ്ടായിരുന്ന മെയിൻ പ്ലേയേഴ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ഓൾസോ. ഇംപ്ലിമെൻറ്റേഷൻ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഓവർ 35 years ഓഫ് ലിമിറ്റഡ് ഇംപ്ലിമെൻറ്റേഷനാണ്. പിന്നെ പ്രൊവിൻഷ്യൽ കൗൺസിൽസ് റിമെയിൻ ലാർജ്ലി നോൺ ഫങ്ഷണൽ ബിറ്റ്വീൻ 1988 to 2019. തമിഴ് സ്പീക്കിംഗ് ഏരിയാസ് പെർട്ടിക്കുലർലി അഫക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെ എലക്ഷൻസ് ടു പ്രൊവിൻഷ്യൽ കൗൺസിൽസ് കറൻ്റ്ലി പോസ്റ്റ്പോൺഡ്, അത് പോസ്റ്റ്പോൺ ചെയ്തു ഇൻഡെഫിനിറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ 13th Amendment ഓഫ് ശ്രീലങ്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അമെൻമെൻറ്റ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, the 13th Amendment of the Constitution of Sri Lanka was introduced in 1987 as part of the Indo-Sri Lanka Accord. The key points about the 13th Amendment were: it was introduced to allow the devolution of power to the provincial councils in Sri Lanka. It made Sinhala and Tamil the official languages of the country and declared English as the lingua language. Okay, through the 13th Amendment, Sri Lanka was divided into 9 provinces, with each province having its own provincial council. The 13th Amendment mandates a measure of power devolution to these provincial councils, although the extent of devolution remains a contentious issue. The devolution of powers envisaged by the 13th Amendment has been a point of contention in India-Sri Lanka relations, as India has pushed for greater devolution to address the concerns of Tamil minority in Sri Lanka. So in summary, the 13th Amendment was a constitutional change that aimed to decentralize governance in Sri Lanka by establishing, അതായത് പ്രൊവിൻഷ്യൽ കൗൺസിൽസ് കൊണ്ടുവന്ന് പ്രൊവിൻഷ്യൽ കൗൺസിൽസിന് കുറേ പവർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ ഡീസെൻട്രലൈസേഷൻ നടക്കും. പക്ഷേ അതിൽ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് പവർ ഡെവല്യൂഷൻ എത്രയുണ്ട് എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഓക്കെ, കറണ്ട് സിനാരിയോ അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ പൊളിറ്റിക്കൽ ഡൈനാമിക്സ്, അതായത് NPP's 2/3 മെജോറിറ്റി ഇൻ പാർലമെൻറ്റിനുണ്ട്. മിക്സ്ഡ് സിഗ്നൽസ്, അതായത് ഡെവല്യൂഷൻ വേണമെന്ന് പറയുന്നുണ്ട്, വേണ്ടാന്ന് പറയുന്നുണ്ട്. പിന്നെ ഫോക്കസ് എക്കണോമിക് റിക്കവറി, നമുക്കറിയാം 2020 കോവിഡ് ഹിറ്റ് ചെയ്തു. അപ്പം ഇവരുടെ മേജർ സോഴ്സ് എന്ന് പറയുന്നത് ടൂറിസം ഇൻകം ആണ്. അത് പ്രൈമറിലി ഡൗൺ ആയി. പിന്നെ ഗ്ലോബൽ കറൻസി ക്രൈസിസ് വന്നു. അങ്ങനെയൊക്കെ കുറേ എക്കണോമിക് പരമായിട്ട് കുറേ ഇഷ്യൂസ് വന്നു. ആൻറ്റി ഗവൺമെൻറ് സെൻറ്റിമെൻറ്റ്സ് വന്നു. അങ്ങനെ മൊത്തത്തിൽ തകർന്നിരിക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു ശ്രീലങ്ക.
ഓക്കെ, പിന്നെ ബാലൻസിങ് ഇൻ്റർനാഷണൽ പ്രഷേഴ്സ്, ഓപ്പോസിഷൻ്റെ പെർസ്പെക്റ്റീവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ തമിഴ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റണം. സിവിൽ സൊസൈറ്റി അഡ്വക്കേസി, പിന്നെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, പിന്നെ റീജിയണൽ പൊളിറ്റിക്കൽ കൺസിഡറേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ പ്രൊവിൻഷ്യൽ ഗവർണൻസും കാര്യങ്ങളൊക്കെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൊവിൻഷ്യൽ എലക്ഷൻസ് പോസ്റ്റ്പോൺഡ് ആയിട്ടുണ്ട്. അത് ഒരു മേജർ ഇഷ്യൂ ആണ്. ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീക്കനാണ്. അതായത് നമുക്ക് ശ്രീലങ്കയുടെ ഒരു ഭരണ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സെൻട്രലൈസേഷൻ ഓഫ് പവർ കൂടിയിട്ടുണ്ട്. ഓക്കെ, ഏർബൻ റൂറൽ ഡെവലപ്മെൻറ്റിൽ ഡിസ്പാരിറ്റീസ് ഉണ്ട്. ഇപ്പം പ്രൊവിൻഷ്യൽ ഗവർണൻസിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമാണ് ഗ്രൗണ്ട് ലെവലിലുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ലിമിറ്റഡ് റവന്യൂ ജനറേഷൻ കപ്പാസിറ്റി, സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് നമ്മൾ നോക്കുമ്പോൾ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ നീഡ്സ്, എക്കണോമിക് ക്രൈസിസ് ഇമ്പാക്ട് ഡെവലപ്മെൻറ്റ് ഡിസ്പാരിറ്റീസ് ഉണ്ട്, യൂത്തിൽ അൺഎംപ്ലോയ്മെൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് എന്താണ്? ഒന്ന് റീജിയണൽ സെക്യൂരിറ്റി, സ്ട്രാറ്റജിക് കണ്ടീഷൻ, അതായത് മാരിടൈം സെക്യൂരിറ്റി ഇൻ ഇന്ത്യൻ ഓഷ്യൻ. അത് വൺ ഓഫ് ദ പ്രൈമറി ഫോക്കസ് ആണ് ഇന്ത്യയുടെ കേസിൽ. നമുക്കിപ്പോൾ ശ്രീലങ്ക റിലേഷൻസ്, മൗറീഷ്യസ് അല്ലെങ്കിൽ മാൽഡീവ്സ് റിലേഷൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു പോയിൻ്റാണ് സെക്യൂരിറ്റി കൺസേൺ ഇൻ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ, IOR റീജിയൻ. ഓക്കെ, ചൈനീസ് ഇൻഫ്ലുവൻസ് ഇൻ ശ്രീലങ്ക, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. കാരണം ചൈനീസ് സ്പൈസ് ഷിപ്സ് പോലും ഇന്ത്യ ഹമ്പൻടോട്ട പോർട്ടിലൊക്കെ അവർ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ റീജിയണൽ സ്റ്റെബിലിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് സീ ലൈൻസ്, ബയലാറ്ററൽ റിലേഷൻസ്, ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ടൈസ് ഉണ്ട് ഇന്ത്യയായിട്ട്. അപ്പം പിന്നെ എക്കണോമിക് പാർട്ണർഷിപ്പുകളുണ്ട്, ഡെവലപ്മെൻറ്റ് കോപ്പറേഷൻ ആൻഡ് ഡിപ്ലോമാറ്റിക് ലെവറേജ്. നമുക്കറിയാം എക്കണോമിക് പാർട്ണർഷിപ്പിൻ്റെ കേസിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഗവൺമെൻറ് എക്കണോമിക് ക്രൈസിസിൻ്റെ സമയത്ത് ഏകദേശം $1.2 ബില്യൺ എക്കണോമിക് ലൈഫ് ലൈൻ പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ശ്രീലങ്കയ്ക്ക്. വേ ഫോർവേഡിൻ്റെ കേസിൽ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് കണ്ടക്ടിങ് പ്രൊവിൻഷ്യൽ കൗൺസിൽ ഇലക്ഷൻസ്, അത് മാൻഡേറ്ററി ആയിട്ട് പെട്ടെന്ന് തന്നെ കണ്ടക്ട് ചെയ്യണം. ലോക്കൽ ബോഡീസിനെ സ്ട്രെങ്തൻ ചെയ്യണം. എൻഷ്യൂർ ഫെയർ റെപ്രസെൻറ്റേഷൻ, ബിൽഡിംഗ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഫോക്കസ് കൊടുക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൻ്റെ കേസിൽ ഫിസിക്കൽ ഡീസെൻട്രലൈസേഷൻ നടക്കുക. പിന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സ് കൊണ്ടുവരിക. റിസോഴ്സ് അലോക്കേഷനും ടെക്നോളജി ഇൻ്റഗ്രേഷൻ, അതായത് ഗവർണൻസ് സ്ട്രക്ചറിൽ ടെക്നോളജി ഇൻ്റഗ്രേഷൻ കൊണ്ടുവരാനായിട്ട് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് ഇസ് സയൻസ് ഇസ് ക്ലിയർ, ക്രൗഡ് ഡിസാസ്റ്റേഴ്സ് ആർ പ്രിവെൻറ്റബിൾ. ഓക്കെ, ഇത് നമ്മുടെ മഹാകുംഭ് മേളയിൽ ഉണ്ടായിരുന്ന ട്രാജിക് ഇവൻറ്റ്സ് ആണ്. അതായത് ഏകദേശം 30 ആൾക്കാരാണ് അവിടെ മരിച്ചു പോയത്. ഹൈലൈറ്റ് ദ ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ക്രൗഡ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിസാസ്റ്റർ പ്രിവെൻഷൻ ഇൻ മാസ് ഗ്യാതറിങ്സ്. ദിസ് incident joins a growing list of global crowd disasters, emphasizing the need for scientific approach to crowd safety. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു സിവിൽ സർവീസ് ഓഫീസറായിട്ട് അല്ലെങ്കിൽ IAS ഓഫീസറായിട്ട് എവിടെയെങ്കിലും പോസ്റ്റിംഗ് കിട്ടി, അവിടെ ഇതുപോലത്തെ ഒരു സിനാരിയോ നടക്കുവാണ്, ഒരു ലാർജ് ഗ്യാതറിങ് നടക്കുവാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇവൻറ്റിൽ ഒരു സ്റ്റാമ്പേഡ് അല്ലെങ്കിൽ ഒരു ക്രൗഡ് ഗ്യാതറിങ് ഡിസാസ്റ്ററിൽ എന്താണ് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റാമ്പേഡ് നടക്കാൻ പറ്റും. സ്ട്രക്ചറൽ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ എറേഴ്സ് കാരണം നടക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് കാരണം ഇത് നടക്കാം, അല്ലെങ്കിൽ അറ്റൻഡൻസ് ലെവൽ കൂടുതലാകുന്നതിൻ്റെ രീതിയിൽ സ്റ്റാമ്പേഡ് നടക്കാം. പിന്നെ ആക്ഷൻ, പെർഫോമൻസ് ആക്ഷൻ അല്ലെങ്കിൽ ഇംപ്രോപ്പർ അല്ലെങ്കിൽ ഇൻഅഡ്ക്വേറ്റ് അറേഞ്ച്മെൻറ്റ് കാരണം നടക്കാം. ഈ ബോത്ത് കേസസിലും പാനിക് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് നടക്കും, വിച്ച് ഇൻ ടേൺ ലീഡ് ടു എന്താണ് ക്രൗഡിങ് അല്ലെങ്കിൽ ഇവാക്യുവേഷൻ എന്ന രീതിയിലോട്ട് വരും. അത് ഒരൊറ്റ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ഗേറ്റ് പുറത്തോട്ട് പോകാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അപ്പം ആ ഒരു കേസിൽ അവിടെ ഓവർ ക്രൗഡിങ് നടക്കും. അപ്പം ആ സർക്കംസ്റ്റൻസസിൽ ആൾക്കാർക്ക് അറിയാൻ എവിടെയാണ് എക്സിറ്റ് പോയിൻ്റ് അല്ലെങ്കിൽ എന്താണ് ഉള്ള കാര്യങ്ങളൊന്നും പ്രോപ്പർ അറിയത്തില്ല. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഓവർ ക്രൗഡിങ് നടക്കും. ഭയങ്കര ഹൈ വെലോസിറ്റിയിലായിരിക്കും ആ ഒരു സംഭവം നടക്കുന്നത്. അപ്പം ഈ ഓവർ ക്രൗഡിങ് കാരണം തന്നെ ക്രാഷിംഗ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സും സഫക്കേഷനും നടക്കും. അപ്പം ഈ ഒരു ടോട്ടൽ രീതിയിലാണ്, ഈ ഒരു സ്ട്രക്ചറിലാണ് സ്റ്റാമ്പീഡിൻ്റെ ഡിസാസ്റ്റർ നടക്കുന്നത്. ഓക്കെ, അപ്പം വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ക്രൗഡ് ഡിസാസ്റ്റേഴ്സ് ഇൻ എ സയൻറ്റിഫിക് മാനർ. ഓക്കെ, അതായത് ക്രൗഡ് ഡെൻസിറ്റി ഫാക്ടേഴ്സ്, അതിൽ ക്രിട്ടിക്കൽ ത്രെഷോൾഡ്സ് എന്താണ്? 5 persons per square meterലാണ് റിസ്ക് ഓഫ് ഇഞ്ചുറി തുടങ്ങുന്നത്.
7% പെർ സ്ക്വയർ മീറ്ററിലാണ് ഹൈ റിസ്ക് ഓഫ് സീരിയസ് ഇഞ്ചുറി ഓർ ഡെത്ത് നടക്കുന്നത്. ഓക്കെ, ഡെൻസിറ്റി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫിസിക്കൽ സ്പേസ് കൺസ്ട്രെയിൻസ്, ബോട്ടിൽ നെക്സ് ആൻഡ് ബാരിയേഴ്സ് ഇൻക്രീസ് റിസ്ക് സിഗ്നിഫിക്കൻ്റ്ലി. ഗ്ലോബൽ ഇൻസിഡൻസിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഹൂസ്റ്റൺ ടെക്സസിൽ 2021 10 ഫാറ്റാലിറ്റീസ് ഉണ്ടായിരുന്നു ഒരു മ്യൂസിക് കോൺസേർട്ടിൽ. പിന്നെ ഇയോൺ സൗത്ത് കൊറിയ 2022 159 ഡെത്ത്സ് ഉണ്ടായിരുന്നു ഹാലോവീൻ ഫെസ്റ്റിവലിൽ. സന യമനിൽ ഒരു ചാരിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് സമയത്ത് 90 ഡെത്താണ് ഉണ്ടായത്. നൈജീരിയയിൽ ഒരു റിലീജിയസ് ഇവൻറ്റിൻ്റെ സമയത്ത് 35 പേരാണ് മരിച്ചത്. അത് ഒരു എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് എന്താണ്? ടെക്നിക്കൽ സൊല്യൂഷൻസ്, ഒന്ന് ഇൻഫ്രാസ്ട്രക്ചറൽ മാനേജ്മെൻ്റ് ആണ്. അതായത് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിൻറ്റ്സ്, പിന്നെ ഡിഫറെൻറ്റ് ടൈംസിൽ ആൾക്കാരെ അറൈവൽ പോയിൻറ്റ്സ് കൊണ്ടുവരിക, പിന്നെ ക്ലിയർ പാസേജ് വേസ് ഉണ്ടാക്കുക, പിന്നെ ഡെബ്രിസ് ഫ്രീ റൂട്ട്സ് ഉണ്ടാക്കുക, പിന്നെ സ്ട്രാറ്റജിക് ക്രൗഡ് സെഗ്മെൻറ്റേഷൻ, അതായത് ആൾക്കാരുടെ പൊസിഷനിങ്, ഇരിക്കുന്നതിൻ്റെയും എക്സിറ്റിൻ്റെയും പൊസിഷൻ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. പിന്നെ ക്രൗഡ് കൺട്രോൾ മെഷേഴ്സ് നമ്മൾ നോക്കുമ്പോൾ സെഗ്മെൻറ്റേഷൻ ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 100 പീപ്പിൾ, പ്രിവെൻഷൻ ഓഫ് ഡേഞ്ചറസ് ആയിട്ടുള്ള ക്ലസ്റ്ററിങ്, ആൾക്കാർ ഗ്രൂപ്പായിട്ട് കൂടുന്നത് കുറയ്ക്കുക, ക്രൗഡ് ഡെൻസിറ്റി മാനേജ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് കൊണ്ടുവരിക, റിയൽ ടൈം റെസ്പോൺസ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ്. ഇവൻറ്റ് പ്ലാനിങ്ങിന് പ്രോപ്പറായിട്ട് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുക, പിന്നെ ആൾക്കാരുടെ എത്ര പേര് കൺസേർട്ടിൽ വരുവാണെങ്കിൽ ആ ഒരു ആൾക്കാരുടെ എണ്ണം പ്രോപ്പറായിട്ട് ലിമിറ്റ് ചെയ്യുക, പിന്നെ സേഫ്റ്റി പ്രോട്ടോകോൾസ്, എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്, പിന്നെ എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം നമ്മൾ നോക്കുവാണെങ്കിൽ റെഗുലർ സേഫ്റ്റി ഓഡിറ്റ്സ് കണ്ടക്ട് ചെയ്യണം, പ്രൊഫഷണൽ ക്രൗഡ് മാനേജ്മെൻറ്റ് നടക്കണം, ട്രെയിനിങ് ഫോർ, അതായത് ഇവൻറ്റ് സ്റ്റാഫിന്, അതായത് ഇപ്പോൾ ഒരു ക്ലസ്റ്ററിങ് നടക്കുവാണ് ഒരു ഏരിയയിൽ, അപ്പോൾ തന്നെ ആ റിയൽ ടൈമിൽ തന്നെ ആ ക്ലസ്റ്ററിങ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് ആ സ്റ്റാഫിന് എടുക്കാനായിട്ട് പറ്റണം. എമർജൻസി റെസ്പോൺസ് ടീംസിനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനിലുള്ള ചാലഞ്ചസ് എന്താണ്? ഒന്ന് എക്കണോമിക് ഫാക്ടറാണ്. അതായത് ഇങ്ങനെയുള്ള ഇപ്പം റിലീജിയസ് ഇവൻറ്റ്സ് ഒഴിച്ച് അല്ലാതുള്ള മ്യൂസിക് കോൺസേർട്സ് അങ്ങനെയുള്ള കേസിൽ കൂടുതലും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ടാണ് ഓർഗനൈസർ നോക്കുന്നത്. പിന്നെ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ലിമിറ്റ്സ് കാണും. അപ്പോൾ അങ്ങനെ ഒരു പ്രോഫിറ്റ് മോട്ടീവായിട്ട് വരുമ്പോഴേക്കും എന്ത് പറ്റും? ആൾക്കാരെ കൂടുതൽ കയറ്റാനായിട്ടും കൂടുതൽ അറ്റൻഡീസിൻ്റെ എണ്ണം കൂട്ടാനായിട്ടൊക്കെ നോക്കും. പിന്നെ കോസ്റ്റ് കൺസിഡറേഷൻസ്, അതായത് പ്രോഫിറ്റ് മോട്ടീവ് ആയതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ആ കോൺസേർട്ടിൽ പ്രോപ്പറായിട്ട് കാണത്തില്ല. പിന്നെ റവന്യൂ ഫ്രം മെർച്ചൻഡൈസ് ആൻഡ് ഫുഡ് സെയിൽസ്. പിന്നെ റിസോഴ്സ് കൺസ്ട്രെയിൻസ്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റുകളുണ്ട്, ട്രെയിനിങ് എക്സ്പെൻസുകളുണ്ട്, ടെക്നോളജി പരമായിട്ടുള്ള, അതായത് ക്ലസ്റ്ററിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് AI ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്ര ആൾക്കാരുടെ എണ്ണത്തിൽ കൂടി കഴിഞ്ഞാൽ അവിടെ ഡെൻസിറ്റി കൂടി, അതനുസരിച്ച് അലേർട്ട് കൊടുക്കാം. അങ്ങനെയുള്ള സിസ്റ്റംസൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് നാച്ചുറലി വരും. പിന്നെ മോണിറ്ററിങ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യാനായിട്ട് കോസ്റ്റ് വരും. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ചാലഞ്ചസിൻ്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ റെഗുലേറ്ററി ഇഷ്യൂസ്, ലാക്ക് ഓഫ് കോംപ്രിഹെൻസീവ് ലോസ്, എൻഫോഴ്സ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള, അത് നടപ്പിലാക്കാനായിട്ടുള്ള ഡിഫിക്കൽട്ടി, ജൂറിസ്ട്രിക്ഷണൽ കോൺഫ്ലിക്റ്റ്, കോർഡിനേഷൻ എമംഗ് ഏജൻസീസ്. ഓപ്പറേഷൻ കൺസേൺസിൻ്റെ കേസിൽ സ്റ്റാഫ് ട്രെയിനിങ്, റിയൽ ടൈം മോണിറ്ററിങ്, എമർജൻസി റെസ്പോൺസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. വേ ഫോർവേഡായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇമീഡിയറ്റ് ലൈഡ് മെഷേഴ്സ്, ഒന്ന് ലെജിസ്ലേറ്റീവ് ആക്ഷൻ കൊണ്ടുവരണം, അതായത് സേഫ്റ്റി റെഗുലേഷൻസ് മാൻഡേറ്ററി ആയിട്ട് ലീഗൽ പ്രൊവിഷനിലോട്ട് കൊണ്ടുവരണം. ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾസ്, പെനാൽറ്റി പ്രൊവിഷൻസും റെഗുലർ ഓഡിറ്റ്സും നടത്താനായിട്ട് പറ്റണം. അതായത് പെനാൽറ്റി നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ അവിടെ ഒരു എൻഫോഴ്സ്മെൻ്റ് എന്ന രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് നടക്കും. പിന്നെ കപ്പാസിറ്റി ബിൽഡിംഗ്, ട്രെയിനിങ് പ്രോഗ്രാംസും ടെക്നോളജി അഡോപ്ഷനും ഒക്കെ ഇപ്പോൾ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് ഉള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് സ്റ്റാഫിന് കൊണ്ടുവരണം. ടെക്നോളജി പരമായിട്ടുള്ള അഡോപ്റ്റേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ, AI സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ഇൻഫ്രാസ്ട്രക്ചറിലും അപ്ഗ്രേഡ്സ് കൊണ്ടുവരണം. എമർജൻസി റെസ്പോൺസ് സിസ്റ്റംസും ബിൽഡ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഒരു മഹാകുംഭമേള റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിസാസ്റ്ററിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് വേണം നിങ്ങൾ ഒരു സിവിൽ സർവീസ് ഓഫീസർ അല്ലെങ്കിൽ IAS ഓഫീസർ ആയി കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ലീഗൽ പ്രൊവിഷൻസ് കൊണ്ടുവരുമ്പോൾ ഈ പോയിൻറ്റ് സയൻറ്റിഫിക് പോയിൻറ്റ്സ് ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ റൈറ്റിങ്ങിൽ പോലും ഈ ഒരു പോയിൻറ്റ്സ്, അതായത് ക്രിട്ടിക്കൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, എത്ര പേര് കൂടി കഴിഞ്ഞാൽ 5 പേര് കൂടുതൽ ഒരു സ്ക്വയർ മീറ്ററിൽ വരുവാണെങ്കിൽ അവിടെ ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 7 പേര് കൂടുതലാവുകയാണെങ്കിൽ
ക്രിട്ടിക്കലായിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടേംസ് യു ക്യാൻ യൂസ് ഇൻ യുവർ ആൻസർ റൈറ്റിംഗ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്തത്. മെയിൻസ് പെർസ്പെക്റ്റീവിലായിരുന്നു കുറേയൊക്കെ DNA പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.